സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദ് എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു തുടരുന്നു. അവതരണം സിന്ധു അശോക്. നന്ദിത അമ്മുവിൻ്റെ ചുമലിൽ തലോടിക്കൊണ്ട് നിശബ്ദം നിന്നു. നന്ദിതയ്ക്ക് വേണമെങ്കിൽ നന്ദിതയുടെ അച്ഛൻ ചെയ്തതുപോലെ എന്നെ സംശയിക്കാം. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ച് ശ്യാം സുന്ദറിനെ കൊല്ലാൻ ശ്രമിച്ചവനാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ എനിക്കെതിരെയുള്ള സാക്ഷികളാവാം. എന്നെ കൊല്ലുന്നതിന് മുമ്പേ നിനക്ക് മറ്റൊരുത്തൻ്റെ ഭാര്യയാവാം. ഗിരിയേട്ടാ, നന്ദിത നിലവിളിച്ചു. ഗിരിയേട്ടൻ വേണമെങ്കിൽ എന്നെ കൊന്നുകൊള്ളൂ, പക്ഷേ ഇങ്ങനെയൊന്നും പറയാനേ പാടില്ല. എനിക്ക് ഗിരിയേട്ടനേക്കാൾ വലുതായി ആരുമില്ല, ഒന്നുമില്ല. ഗിരിയേട്ടൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണെങ്കിൽ ആ ദിവസം അസ്തമിക്കും മുമ്പ് ഞാനും പിന്നാലെ വരും, തീർച്ച. ആ വാചകം ഗിരിയെ വല്ലാതെ സ്പർശിച്ചു. അവൻ നിറകണ്ണുകളോടെ നന്ദിതയെ നോക്കി. പക്ഷേ ഗീത ഇടറുന്ന സ്വരത്തിൽ തുടർന്നു. ഗിരിയേട്ടൻ ശത്രുപക്ഷത്തേക്ക് അകറ്റി നിർത്തിയ ചോട്ടുവിനെക്കുറിച്ച് ഗിരിയേട്ടൻ്റെ അനുജത്തിക്കും ചില സങ്കല്പങ്ങളുണ്ട്. ഒരുപക്ഷെ ഗിരിയേട്ടൻ്റെ കൂടി പ്രോത്സാഹനത്തിലാവാം അവൾ ആ സങ്കല്പത്തെ നിറമിട്ട് വളർത്തിയത്. എന്നിട്ടിപ്പോൾ ശത്രുപക്ഷത്തേക്ക് ഞാൻ വെറുതെ അകറ്റി നിർത്തിയതല്ല, അവൻ ശത്രു തന്നെയാണ്. ഗിരിയേട്ടൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ആ മൃതദേഹം കൊണ്ടുവച്ചത് ചോട്ടു തന്നെയാണെന്നാണോ ഗിരിയേട്ടൻ്റെ വിശ്വാസം? അതെ, അക്കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോൾ അമ്മു ഇനി എന്തു വേണമെന്നാണ് ഗിരിയേട്ടൻ പറയുന്നത്? അവനെ ഇനി കാണാനേ പാടില്ല. ആ പഴയ സങ്കല്പം വേരോടെ മനസ്സിൽ നിന്ന് പിഴുതു ദൂരെ എറിയണം. അതത്ര എളുപ്പമാണോ ഗിരിയേട്ടാ? നാളെ ഇവളെ കൊന്ന് പാക്ക് ചെയ്ത് വല്ലവരുടെയും കാറിൻ്റെ ഡിക്കിയിൽ വയ്ക്കാൻ മടിക്കില്ല അവൻ. അതിവൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. എനിക്കൊന്നും അറിയില്ല. പൊട്ടിക്കരിയുന്ന അമ്മുവിനെ സ്വന്തം ചുമലിലേക്ക് ചായച്ചു കിടത്തിക്കൊണ്ട് നന്ദിതയും വിങ്ങിപ്പൊട്ടി. ഞാൻ അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ. ഗിരിധർ പുറത്തേക്ക് നടന്നു. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരതിമാനുഷികനായ സുബ്രഹ്മണ്യത്തെയാണ് ഗിരിധർ സമീപിച്ചത്. ഗിരിധറിൽ നിന്നും എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം അദ്ദേഹം അന്വേഷിച്ചു. താങ്കളുടെ വീട്ടിലെ TV സെറ്റ് ഏതാണ്? വിഷൻ, പഴയ മോഡലാണ്. താങ്കളുടെ കാറിന്റെ ഡിക്കിയിൽ പ്രത്യക്ഷപ്പെട്ട മൃതദേഹം പാക്ക് ചെയ്തിരുന്ന TV കവറോ? അതേക്കുറിച്ച് ഞാൻ തിരക്കിയില്ല. 1 മിനിറ്റ്. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം എഴുന്നേറ്റ് ഫോൺ വെച്ചിരുന്ന മുറിയിലേക്ക് പോയി. സുബ്രഹ്മണ്യം ടെലിഫോൺ സന്ദർശന മുറിയിൽ വെക്കാറില്ല. തൻ്റെ സ്വകാര്യ ഇടപാടുകൾ ക്ലയൻസ് അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം വീണ്ടും ഓഫീസ് മുറിയിലെത്തിയത്. സംഗതി വളരെ ദൗർഭാഗ്യകരമായി പോയല്ലോ മിസ്റ്റർ ഗിരിധർ. ഞാൻ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. നിങ്ങളുടെ കാറിൻ്റെ ഡിക്കിയിൽ കണ്ട TV പാക്കറ്റും വിഷൻ്റേത് തന്നെയാണ്. ഗിരിയിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. അത് നിങ്ങളുടെ TV പാക്കറ്റ് തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ പിന്നീട് പോലീസിന് മറ്റൊരു ന്യായമേയുള്ളൂ. ആ പാക്കറ്റിൽ പ്രിൻ്റ് ചെയ്തിരുന്ന സീരിയൽ നമ്പർ അടക്കമുള്ള അടയാളങ്ങൾ. മൃതദേഹം പാക്ക് ചെയ്തവർ അതെല്ലാം ചീന്തിക്കളയുകയും ചെയ്തിരിക്കുന്നു. ഗിരിധർ ഉത്തരം മുട്ടി നിന്നു. അതുകൊണ്ട് ഞാൻ വിഷൻ്റെ ഈ പട്ടണത്തിലെ ഒരു പ്രധാന ഡീലറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. പഴയ മോഡലിൻ്റെയും പുതിയ മോഡലിൻ്റെയും പാക്കറ്റുകൾ തമ്മിൽ വലിപ്പത്തിലോ പ്രിൻറ്റിങ്ങിലോ വല്ല വ്യത്യാസമുണ്ടോ എന്നറിയാൻ. നിങ്ങളുടേത് പഴയ മോഡലാണല്ലോ. കാറിൻ്റെ ഡിക്കിയിൽ പ്രത്യക്ഷപ്പെട്ട പാക്കറ്റ് പുതിയ മോഡലിൻ്റേതാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്നിട്ട് ഗിരിക്ക് ഉത്കണ്ഠയായി. ഡീലർ എന്തു പറഞ്ഞു? അവിടെയും ഭാഗ്യം നിങ്ങൾക്കെതിരാണ്. ഡീലർ പറഞ്ഞത് നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ വിഷൻ്റെ പാക്കറ്റുകൾ ഒരേ വലിപ്പത്തിലും ഒരേ തരം അച്ചടിയിലും ആയിരുന്നുവെന്നാണ്. തങ്ങളുടെ ട്രേഡ് മാർക്ക് ജനങ്ങൾക്ക് സുപരിചിതമാക്കാനാണ് അവർ അങ്ങനെ ചെയ്തതത്രേ. എക്കാലവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട TV സെറ്റുകളാണല്ലോ വിഷൻ്റേത്. പാക്കറ്റുകളിൽ സീരിയൽ നമ്പറുകളും മറ്റും മാറ്റിയിരിക്കും. അവ നശിപ്പിക്കപ്പെട്ടതിനാൽ അത് നിങ്ങളുടെ പാക്കറ്റാണെന്ന് ഉറപ്പിക്കാൻ വയ്യ. അല്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ? ഗിരിധർ അഡ്വക്കേറ്റിനെ നോക്കി. ഒരു മാർഗമേ ഉള്ളൂ, നിസ്സാരമായൊരു മാർഗം. പറയൂ. നിങ്ങളുടെ TV സെറ്റിൻ്റെ പാക്കറ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇല്ലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. അതുകൊണ്ട് അത് കാണാൻ വഴിയില്ല. സ്റ്റോർ റൂമിലെങ്ങാനും തപ്പി നോക്കുകയേ തരമുള്ളൂ. സത്യത്തിൽ മൃതദേഹം പാക്ക് ചെയ്തിരുന്നത് നിങ്ങളുടെ സെറ്റിൻ്റെ പാക്കറ്റിലെങ്ങാനും ആണോ? എൻ്റെ സെറ്റിൻ്റെ പാക്കറ്റിലാണെങ്കിൽ അത് ഞാൻ തന്നെ പാക്ക് ചെയ്തതാവണമല്ലോ. അതെ, എങ്കിലും അങ്ങനെ നിർബന്ധമില്ല. നിങ്ങളുടെ പാക്കറ്റ് അടിച്ചെടുത്ത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാമല്ലോ. അതെ, ഗിരി വിക്കി. ഇനി മറ്റൊരു കാര്യം. നിങ്ങളുടെ സുഹൃത്ത് ചോട്ടു എന്ന ദിനേശൻ്റെ TV സെറ്റ് ഏതാണ്? വിഷനല്ല, പുതിയ മോഡലാണ്, 4 സ്പീക്കർ ഉള്ളത്. അപ്പോൾ മൃതദേഹം പാക്ക് ചെയ്ത പാക്കറ്റ് അയാളുടേതാവാൻ വഴിയില്ല. ഇല്ല, ഗിരിയുടെ ശബ്ദം നേർത്തിരുന്നു. പിന്നെ അവൻ കൂട്ടിച്ചേർത്തു. എന്ന് തീർച്ച പറയാനും പറ്റില്ലല്ലോ. എന്നാലും അയാൾക്കെതിരെയുള്ള നിങ്ങളുടെ ആരോപണം ദുർബലമായി പോകും. ഗിരിധർ മിണ്ടിയില്ല. ആകട്ടെ, നിങ്ങളുടെ സെറ്റിൻ്റെ പാക്കറ്റ് സ്റ്റോർ മുറിയിൽ തന്നെ ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പാക്കുക. അത് അത്യാവശ്യമാണ്. ശരി. ഗിരിധർ എഴുന്നേറ്റു.
വീട്ടിലെത്തിയതും അമ്മുവിനോട് പോലും പറയാതെ ഗിരിധർ സ്റ്റോർ റൂമിൽ തിരച്ചു തുടങ്ങി. സ്റ്റോർ റൂമിൽ മാത്രമല്ല, വീട്ടിൽ എല്ലായിടവും തപ്പി. ഒടുവിലാണ് അമ്മുവിനെ വിളിച്ചത്. പെണ്ണേ, നമ്മുടെ വിഷന്റെ പാക്കറ്റ് എവിടെയാണ്? TV പൊതിഞ്ഞിരുന്ന പാക്കറ്റോ? അതെ. അത് അമ്മു ആലോചനയിലാണ്ടു. എത്ര വർഷം പഴക്കമുള്ള സാധനമാണ്. അതിപ്പോൾ എവിടെ കാണാൻ? എവിടെയെങ്കിലും കാണും. നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നോക്കാം. അമ്മു ഓടി നടന്ന് എല്ലായിടവും ഒന്ന് തിരഞ്ഞു. പിന്നെ ധൃതിയിൽ ഗിരിധറിൻ്റെ അരികിലെത്തി. ഏട്ടാ, അത് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെയാണ് അവൾ പറഞ്ഞത്. അത് ഏട്ടനൊരിക്കൽ ഫൈനാൻസിയേഴ്സിൻ്റെ ഓഫീസിലേക്ക് എടുത്തുകൊണ്ട് പോയില്ലേ, 1-2 വർഷം മുമ്പ്? അതെ, അത്രയെങ്കിലും ആയിട്ടുണ്ടാവും. ഇവിടെ റാക്കുകളിൽ ഇരുന്ന പഴയ കുറേ ഫയലുകൾ പാക്ക് ചെയ്ത് ജീപ്പിലിട്ട് കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നു. ഗിരിക്ക് ഒരു നടുക്കമുഖം. ശരിയാണല്ലോ, അവനും ഓർമ്മ വന്നു. നോർത്തിലെ ബ്രാഞ്ച് തുറക്കും മുമ്പ് ആയിരുന്നില്ലേ അത്? അതേയെന്ന് തോന്നുന്നു. ചോട്ടുവും ഞാനും അന്ന് സൗത്തിലെ ഓഫീസിലായിരുന്നു. അമ്മു മറുപടി പറഞ്ഞില്ല. ഏതായാലും ഞാൻ ഓഫീസിലൊന്ന് നോക്കട്ടെ. അവിടെ ഇല്ലെങ്കിൽ അത് എവിടെയാണ് പോയിട്ടുണ്ടാവുക എന്നെനിക്കറിയാം. ഗിരി നേരെ വണ്ടി തിരിച്ചത് തൻ്റെ ഓഫീസിലേക്കാണ്. അവിടുത്തെ സ്റ്റോറിൽ യാതൊന്നിൻ്റെയും പാക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഉടൻ ഗിരി ചോട്ടുവിൻ്റെ ഓഫീസിലെത്തി. ക്യാബിൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് ഗിരി മുന്നിൽ വന്ന് നിന്നപ്പോൾ ചോട്ടു ശരിക്കും അമ്പരുന്നു. കുറേ മുമ്പ് സ്വന്തം വീട്ടിൽ നിന്നും തന്നെ അപമാനിച്ചു വിട്ടവനാണ്. ഒരിക്കലും ഇവൻ ഇനി തൻ്റെ മുന്നിലെത്തുമെന്ന് വിചാരിച്ചതല്ല. എങ്കിലും ചോട്ടു തെല്ലും മുഷുവ് പ്രകടിപ്പിച്ചില്ല. ഗിരി, ഇരിക്കൂ. അവൻ തനിക്കെതിരെയുള്ള ഇരിപ്പിടം ചൂണ്ടിക്കാട്ടി. ഇരിക്കാനല്ല ഞാൻ വന്നത്. ഗിരിക്ക് ഒട്ടും മാർദ്ദവുമില്ലായിരുന്നു. 2 വർഷം മുമ്പ് എൻ്റെ വിഷൻ TVയുടെ ഒരു പാക്കറ്റിൽ ഞാൻ കുറേ ഫയൽ പാക്ക് ചെയ്ത് സൗത്തിലെ ഓഫീസിൽ കൊണ്ടുവന്നിരുന്നു. ആ പാക്കറ്റ് അവിടുത്തെ സ്റ്റോർ റൂമിൽ ഉണ്ടായിരുന്നതാണ്. അതെവിടെ? ചോട്ടുവിൽ ഒരു നടുക്കമുണ്ടായി. അതെങ്ങനെ ഞാനറിയും? സ്വീപ്പേഴ്സ് സ്റ്റോർ ക്ലീൻ ചെയ്തപ്പോൾ അതെടുത്ത് പുറത്ത് കളഞ്ഞിരിക്കാം. 2 വർഷം മുമ്പത്തെ കാര്യമല്ലേ? ഇല്ല, അതൊരു അലർച്ചയായിരുന്നു. നീയാണത് കൊണ്ടുപോകുന്നത്. അതിനുള്ളിലാണ് ശ്യാം സുന്ദറിൻ്റെ മൃതദേഹം പാക്ക് ചെയ്ത് എൻ്റെ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ വെച്ചത്. ശബ്ദിക്കാനാവാതെ ചോട്ട് കണ്ണും തുറിച്ച് ഇരുന്നു പോയി. പറയ്, ഗിരിധർ ഗർജിച്ചു. നിനക്കൊന്നും പറയാനില്ലേ? നീ ഇത്രയ്ക്ക് ഭയങ്കരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ ശ്യാം സുന്ദറിനേക്കാൾ ഭയങ്കരൻ നീയാണ്. ചോട്ടുവിൻ്റെ ഭാവവും മാറി. ഞാനും വിചാരിച്ചില്ല നീ ഇത്രയും ഭയങ്കരനാണെന്ന്. ശ്യാം സുന്ദറിനെ കൊന്ന് TV പാക്കറ്റിനുള്ളിലാക്കി സ്വന്തം കാറിൻ്റെ ഡിക്കിയിലിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാൻ പുറപ്പെടുകയായിരുന്നു നീ. ശവമാണെന്ന് മറ്റാരും അറിയരുത്. അതിനായാണ് TV പാക്കറ്റ് ഉപയോഗിച്ചത്. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിൻ്റെ തീവണ്ടി മുറിയിലോ കൊണ്ടുചെന്ന് ഉപേക്ഷിച്ചാലും കുറേ സമയത്തേക്ക് ആരും സംശയിക്കില്ല. അതായിരുന്നിരിക്കാം നിന്റെ ഉദ്ദേശം. എന്നാൽ ദൈവം നിന്നെ കയ്യോടെ പിടിച്ചു. അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് സംഭവിക്കണമായിരുന്നോ? കഷ്ടകാലത്തിന് നിന്റെ കാർ കുറേ നേരത്തേക്ക് എൻ്റെ കൈവശമായി പോയി. അതുകൊണ്ട് കൊലക്കുറ്റം എൻ്റെ തലയിൽ ചാർത്താനായി നിന്റെ ശ്രമം. ഗിരിധർ, നീ ഒരു പിശാചാണ്. നിന്നെ ഞാൻ എൻ്റെ ആത്മസുഹൃത്തായി കരുതി. പരമസാധുവായ എൻ്റെ അമ്മ നിന്നെ സ്വന്തം മകനായി കരുതി. പാവം അമ്മ ഇപ്പോഴും നിന്നെ നിരപരാധിയായി കരുതുന്നു. കാരണം ആ അമ്മയ്ക്ക് സ്വന്തം മകനെ അറിയാം. നീയാണത് ചെയ്തതെന്നും അറിയാം. നൊന്തു പ്രസവിച്ചതിൻ്റെ പേരിൽ സത്യം തുറന്നു പറയാനും അവർക്ക് കഴിയുന്നില്ല. ആ അമ്മയുടെ ധർമ്മസങ്കടം ഞാൻ കണ്ടതാണ്. ഗിരി, നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്താനേ കഴിയൂ, മനസ്സിലാക്കാൻ കഴിയില്ല. നീ പോ, നമുക്ക് കോടതിയിൽ കാണാം. അതെ, നമുക്ക് കോടതിയിൽ കാണാം. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. നീയും ശ്യാം സുന്ദറും തമ്മിൽ നിന്റെ ഓഫീസിൽ വെച്ച് വഴക്കിട്ടത് അവിടുത്തെ മുഴുവൻ ജീവനക്കാരും കണ്ടിരുന്നു. ശ്യാം സുന്ദറെ ശവമാക്കുമെന്ന് നീ പറഞ്ഞത് അവരിൽ ചിലരെങ്കിലും മറന്നിട്ടുണ്ട്. ചോട്ടുവിൽ ഒരു നടുക്കമുണ്ടായി. അവൻ്റെ മുഖത്തു നിന്നും രക്തമയം പിൻവാങ്ങി. ഗിരിധർ വിജയിയുടെ ചിരിയുമായി പുറത്തേക്ക് നടന്നു. ശ്യാം സുന്ദറിനെ ശവമാക്കുമെന്ന് ചോട്ടു പറഞ്ഞത് നോർത്ത് ഓഫീസിലെ ജീവനക്കാരിൽ ചിലരെങ്കിലും ഓർത്തിരിക്കുമെന്ന് ഗിരിധറിന് തീർച്ചയുണ്ടായിരുന്നു. അവരിൽ ഒരുവരെങ്കിലും തനിക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞാൽ ചതിയെ ചതി കൊണ്ട് നേരിടുകയേ നിവൃത്തിയുള്ളൂ. ശ്യാം സുന്ദറും താനുമായുള്ള ശത്രുതയെക്കുറിച്ച് വളരെ കുറച്ചുപേർക്കേ അറിയൂ. അവരിൽ അമ്മുവും നന്ദിതയും തനിക്കെതിരെ ഒരിക്കലും ശബ്ദിക്കില്ല. ചോട്ടുവിൻ്റെ വാക്കുകൾ കോടതി വിലക്കെടുക്കുകയുമില്ല. പിന്നെയുള്ളത് നന്ദിതയുടെ അച്ഛനായ ബാലമാമയാണ്. താനും ശ്യാം സുന്ദറും തമ്മിൽ വഴക്കിട്ടത് അദ്ദേഹം കണ്ടിരുന്നു. തന്നിൽ അദ്ദേഹത്തിന് അവിശ്വാസമുള്ള കാര്യം നന്ദിത സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ബാലമാമ തനിക്കെതിരാകുന്നത് അപകടമാണ്. എങ്ങനെയും ബാലമാമയെ കണ്ട് സത്യം ബോധിപ്പിക്കണം. നന്ദിതയുടെ പിന്തുണ കൂടിയുള്ളത് എളുപ്പമായേക്കും. കൊലപാതക കുറ്റം തൻ്റെ ശിരസിൽ വീണതോടെ മകളുടെ ഭാവി വരനെന്ന പരിഗണന ബാലമാമ പിൻവലിച്ചിരിക്കാം. ഒരുപക്ഷെ താനും നന്ദിതയുമായുള്ള വിവാഹത്തെപ്പോലും ഈ കേസ് ബാധിച്ചേക്കാം. അല്ലെങ്കിൽ കേസിലൊരു തീർപ്പുണ്ടാകും വരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. തൻ്റെ വിവാഹത്തേക്കാൾ പ്രധാനം അമ്മുവിൻ്റേതാണ്. അതും തകരാറിലായിരിക്കുന്നു. അമ്മുവിനെ ചോട്ടുവിൻ്റെ പെണ്ണായാണ് സങ്കല്പിച്ചിരുന്നത്. ഇനി അത് പൂർണ്ണമായും തിരുത്തേണ്ടി വരും.
അമ്മുവിന് മറ്റൊരാളെ കണ്ടുപിടിക്കുന്നതിനും അധികം പ്രശ്നം അവളുടെ മനസ്സിൽ നിന്ന് ചോട്ടുവിനെ പുറത്തു കളയുക എന്നതാണ്. അവൾക്ക് നല്ല സങ്കടം കാണും. ഏട്ടൻ കൊലക്കേസിൽ കുടുങ്ങിയതിലും അധികം അവളെ വേദനിപ്പിക്കുന്നത് ചോട്ടുവുമായുള്ള ബന്ധത്തിന്റെ തകർച്ചയാവും. ഏതായാലും തൽക്കാലം അതൊന്നുമല്ല തനിക്ക് വലുത്. ഈ കേസിൽ നിന്നും എങ്ങനെയും ഊരിപ്പോരുകയാണ്. ബാലമാമയുടെ സഹായം അക്കാര്യത്തിൽ അത്യാവശ്യമാണ്. സഹായിച്ചില്ലെങ്കിലും ബാലമാമ തന്നെ ഉപദ്രവിക്കാൻ പാടില്ല. ബാലമാമയ്ക്ക് തന്നെ സംശയം കാണും, ശ്യാംസുന്ദറിനെ കൊന്നത് താൻ തന്നെയാണെന്ന്. ബാലമാമയുടെ വീട്ടുമുറ്റത്ത് വെച്ച് താനും ശ്യാംസുന്ദറുമായി അടികൂടിയതാണ്. ബാലമാമയും നന്ദിതയും അതിന് സാക്ഷികളുമാണ്. നന്ദിത പൊറുക്കും പോലെ ബാലമാമയ്ക്ക് അത് പൊറുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. മകളുടെ ഭർത്താവാകാൻ പോകുന്നവൻ ഒരു കൊലക്കുറ്റത്തിൽ ചെന്നുപെടുന്നത് ഒരച്ഛനും ഇഷ്ടമാവില്ല, സഹിക്കാനും കഴിയില്ല. പ്രത്യേകിച്ചും ബാലമാമയെപ്പോലെ ശുദ്ധനും ശാന്തനും സമാധാനപ്രിയനുമായ ഒരച്ഛന്. ബാലമാമയെ സംബന്ധിച്ചിടത്തോളം താനൊരു കൊലപാതകി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ അകറ്റിവിടാൻ ആഗ്രഹിച്ചേക്കും. വേണ്ട എന്ന് തീർത്തു പറഞ്ഞാൽ അവസാനിപ്പിക്കാവുന്ന ബന്ധമേ താനും ബാലമാമയും തമ്മിലുള്ളൂ. നന്ദിതയും താനുമായുള്ള ഹൃദയബന്ധം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അറിഞ്ഞാലും അംഗീകരിക്കണമെന്നുമില്ലല്ലോ. എങ്കിലും ഒന്ന് ശ്രമിക്കുക തന്നെ. ബാലമാമയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു. ഗിരിധർ നേരെ വണ്ടി വിട്ടത് നന്ദിതയുടെ വീട്ടിലേക്കാണ്. പ്രൊഫസർ ബാലൻ മേനോൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഗിരിയെ കണ്ടപ്പോൾ പഴയ സ്നേഹമോ സൗഹൃദമോ ഒന്നും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. അത് പ്രതീക്ഷിച്ചതായിരുന്നതിനാൽ ഗിരിക്ക് കഠിനമായ വിഷമമൊന്നും ബാലൻ മേനോൻ പറയാതെ തന്നെ അവൻ ഇരിപ്പുമുറിയിൽ പ്രൊഫസർക്ക് അഭിമുഖമായി ഇരുന്നു. ബാലമാമ വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കാണാഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ബാലൻ മേനോൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ഗാഢമായ ഏതോ ചിന്തയിലാണെന്ന് തോന്നി. എത്ര വേഗമാണ് ആളുകൾ മാറുന്നത്, അതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വ്യത്യസ്ത രൂപങ്ങളിൽ. ചോട്ടുവിൻ്റെ കാര്യം തന്നെ എടുക്കാം. ലോകം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ ചതിനായി അവൻ മാറുമെന്ന് ആര് വിചാരിച്ചു? മനുഷ്യൻ എങ്ങനെയും മാറാമെന്ന് ഗിരിക്ക് തോന്നി തുടങ്ങി. കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് മിത്രം ശത്രുവാകാം, ശത്രു മിത്രവുമാകാം. ആർക്കും ആരെയും ചതിക്കാം. തോളിൽ കൈയിട്ട് നടന്നവർക്ക് പെട്ടെന്നൊരു നിമിഷം അപരിചിതരെ പോലെ മുഖം തിരിച്ച് നടക്കാനാവും. അത്ഭുതപ്പെടേണ്ടതില്ല. ബന്ധങ്ങൾ ഇവിടെ അത്ര നിസാരമാണ്. ഞാനൊരു വലിയ വിപത്തിൽ ചെന്ന് ചാടിയ കാര്യം ബാലമാമ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഗിരി പതുക്കെ തുടങ്ങി. അറിയാതെ ചെന്ന് ചാടിയതല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എടുത്തു ചാടിയതല്ലേ? പ്രൊഫസറുടെ മുഖത്ത് നീരസവും പരിഹാസവും ഒക്കെ കലർന്ന ഭാവം. ദൂരക്കാഴ്ചയിൽ അങ്ങനെ തോന്നുമെങ്കിലും സത്യം അതല്ല. സത്യം എന്തെന്ന് ഊഹിക്കാൻ എനിക്കും കഴിയും. ഇവിടെ ഇപ്പോൾ ഊഹത്തിനപ്പുറമാണ് സത്യം. ഗിരി നിരപരാധിയാണെന്നാണോ പറയുന്നത്? അതെ, ഗിരിയുടെ വാക്കുകൾ ദൃഢമായിരുന്നു. കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ ആ മൃതദേഹം എങ്ങനെ എത്തിയെന്ന് ഗിരിക്ക് അറിയില്ലെന്ന്? അതെ, ഞാനത് വിശ്വസിക്കില്ല. മേനോൻ വെറുപ്പിൽ മുഖം തിരിച്ചു. ഗിരി താഴാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എല്ലാം പറയാം, എല്ലാം. കള്ളമാണ് പറയുന്നതെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. മഹാത്മാഗാന്ധി ഒന്നുമല്ല ഞാൻ, എങ്കിലും ഒരു പഴയ മനുഷ്യനാണ്. മൂല്യങ്ങളിൽ നല്ല വിശ്വാസവുമുണ്ട്. മൂല്യങ്ങളിൽ വിശ്വാസമുണ്ടല്ലോ, അത് മതി. എനിക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സ് ബാലമാമയ്ക്കുണ്ടായിരിക്കും. ബാലൻ മേനോൻ ശബ്ദിച്ചില്ല. ഗിരി എല്ലാം പറഞ്ഞു. അമ്മുവിൻ്റെ പിറന്നാൾ ദിനത്തിൽ ശ്യാംസുന്ദറെ കണ്ടതു മുതൽ അയാളുടെ മൃതദേഹം കണ്ടെത്തിയതുവരെയുള്ള എല്ലാം. ഞാൻ അവനെ കൊന്നു പോകുമായിരുന്നു, പക്ഷെ കൊന്നില്ല. അവൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നും അറിയില്ല. ഉടഞ്ഞ മദ്യക്കുപ്പി കഴുത്തിൽ കുത്തിയിറുക്കിയാണ് കൊന്നതെന്നാണ് പത്രത്തിൽ കണ്ടത്. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ റിപ്പോർട്ട് അതാണ്, ബാലൻ മേനോൻ പറഞ്ഞു. ബാലമാമയ്ക്ക് അറിയാമല്ലോ ഞാൻ മദ്യപിക്കില്ലെന്ന്. ആ സ്ഥിതിക്ക് എൻ്റെ കൈവശം എങ്ങനെ മദ്യക്കുപ്പി വരും? കൊന്നത് ഗിരിയുടെ വീട്ടിൽ വെച്ചായിരിക്കില്ലല്ലോ. ശ്യാംസുന്ദർ താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിൽ വെച്ചാവാം. അയാളുടെ തന്നെ മദ്യക്കുപ്പി ഉപയോഗിച്ച്. എങ്ങനെയും എന്നെ കൊലപാതകയാക്കണമെന്നാവും ബാലമാമയ്ക്ക്. ഗൗരവമിടാതെയാണെങ്കിലും ബാലമേനോൻ വളരെ പതുക്കെ ഒന്ന് ചിരിച്ചു. അത്തരം ഉദ്ദേശം ഒന്നും എനിക്കില്ല. ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയായി തീർന്നതോടെ എന്നെ നന്ദിതയിൽ നിന്നും ഒഴിപ്പിക്കണമെന്നുണ്ടാവും ബാലമാമയ്ക്ക്. കൊലക്കുറ്റത്തിൽ പ്രതിയായി തീർന്നതല്ല, പ്രതിയായി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നല്ലേ ഇയാൾ പറഞ്ഞത്? സത്യം അതാണ്. നമുക്ക് കോടതിയുണ്ടല്ലോ, സത്യം തെളിയിക്ക്. അതിനുശേഷമേ ഞാൻ നന്ദിതയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിക്കൂ. അങ്ങനെ എനിക്ക് നിർബന്ധമില്ല. ഗിരിക്കും പരിഭവം വന്നിരുന്നു. വേണമെങ്കിൽ ഈ കേസ് കോടതിയിൽ എത്തും മുമ്പേ അവളുടെ വിവാഹം നടത്തിക്കോളൂ, അവൾ സമ്മതിക്കുകയാണെങ്കിൽ. അവൾ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടല്ലേ ഇയാൾക്ക് ഇത്ര ധൈര്യം? ഏതായാലും ബാലമാമ എനിക്കെതിരായി എന്ന് തീർച്ച. ഈ സ്ഥിതിക്ക് കോടതിയിൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ ഊഹിക്കുന്നു. ഗിരിധർ, ബാലൻ മേനോൻ വിളിച്ചു. കോടതി എന്നെ സാക്ഷിയായി വിളിക്കുകയാണെങ്കിൽ ഞാൻ സത്യമേ പറയൂ.
നിങ്ങളും ശ്യാംസുന്ദറും തമ്മിൽ ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഏറ്റുമുട്ടിയത് ഞാൻ വ്യക്തമായി ഓർക്കുന്നു. അതുപോലെ ശ്യാംസുന്ദരെ കൊലപ്പെടുത്തുമെന്ന അർത്ഥത്തിൽ നിങ്ങൾ അന്ന് ഭീഷണി മുഴക്കിയതും ഞാൻ മറന്നിട്ടില്ല. അത് ഞാൻ കോടതിയിൽ വെളിപ്പെടുത്തും, അത്രയേയുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് അവനോട് ഞാൻ വഴക്കിട്ടതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും അറിയാമല്ലോ. സാഹചര്യം എന്തുമാവട്ടെ, ഒരാൾ കൊലപാതകിയായാൽ പോലും സർക്കാരിൻ്റെ ആരാച്ചാരമല്ലാതെ ഒരാൾക്ക് അയാളെ കൊല്ലാനുള്ള അവകാശമില്ല. കൊല്ലുമെന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് എത്ര വട്ടം പറഞ്ഞു? സഹനം നഷ്ടമായതുപോലെയാണ് ഗിരി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ മതിയെന്ന്. ഞാൻ ഒന്നും ബോധ്യപ്പെടുത്തുന്നില്ല. ബാലമാമയെപ്പോലുള്ള സാക്ഷികളുള്ള സ്ഥിതിക്ക് ഒന്നും ബോധ്യപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഗിരിധർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. അവിടെ ഇരിക്കൂ ഗിരിയേട്ടാ, ട്രേയിൽ ചായക്കപ്പോളുമായി എത്തിയ നന്ദിത പറഞ്ഞു. ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാക്ഷി എതിരാണെങ്കിൽ മറ്റൊരു സാക്ഷി തുണയായിരിക്കുമെന്ന് കരുതിക്കോളൂ. ഗിരിയും ബാലൻ മേനോനും ഒരുപോലെ നന്ദിതയെ നോക്കി. നന്ദിയുടെ മുഖം ഗൗരവപൂർണമായിരുന്നു. ഗിരിയേട്ടൻ്റെ പക്ഷത്ത് ഞാനുണ്ടാവും. എൻ്റെ ഗിരിയേട്ടൻ നിരപരാധിയാണെന്ന് ആരുടെ മുന്നിൽ വെച്ചും പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. നിന്റെ സ്നേഹത്തെയും ധൈര്യത്തെയും ആത്മാർത്ഥതയെയും ഞാൻ വാഴ്ത്തുന്നു മോളെ. എന്നാൽ നീ കണ്ട കാര്യങ്ങൾ കണ്ടില്ലെന്നും കേട്ട കാര്യങ്ങൾ കേട്ടില്ലെന്നും പറയാൻ നിനക്ക് കഴിയുമോ? ബാലൻമേനോൻ ചോദിച്ചു. കള്ളം പറയാൻ എന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതെ, നീ ഇപ്പോൾ സത്യമേ പറയൂ. എങ്കിൽ ആ സത്യം ഗിരിക്കെതിരായിരിക്കും. ഗിരിയേട്ടനും ശ്യാംസുന്ദറുമായി ഇവിടെ വെച്ച് വഴക്കിട്ടതും ആവേശത്തിൽ അയാളെ കൊല്ലുമെന്ന് ഗിരിയേട്ടൻ ഭീഷണി മുഴക്കിയതുമല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. കൊല്ലുമെന്ന് പറഞ്ഞവരെ എല്ലാം കൊല്ലുമോ? കൊല്ലുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൊല്ലുമെന്നാണോ? കുട്ടിയായിരിക്കെ ചില നിസാര കുറ്റത്തിന് അച്ഛൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നെ കൊല്ലുമെന്നെങ്ങാൻ അച്ഛൻ അപ്പോൾ ഉദ്ദേശിച്ചിരുന്നോ? ബാലൻമേനോന് ഉത്തരം മുട്ടി. അബദ്ധത്തിന് അക്കാലത്ത് ആരെങ്കിലും എന്നെ കൊന്നിരുന്നെങ്കിൽ അച്ഛനെ കൊലപാതകിയായി ആരോപിക്കുന്നതിൽ ന്യായമുണ്ടോ? രണ്ടും രണ്ടാണ് മോളെ, മേനോൻ ഒരു വിധത്തിൽ പറഞ്ഞു. അല്ല, നന്ദിത തർക്കിച്ചു. ഗിരിയേട്ടനാണ് ശ്യാംസുന്ദറെ കൊന്നതെങ്കിൽ അത് തുറന്നു സമ്മതിക്കാനുള്ള ധൈര്യവും സത്യസന്ധതയും അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ. ഗിരിയുടെ മുഖം തിളങ്ങി. ഇനി കൊലക്കുറ്റത്തിന് തന്നെ കഴിവേറ്റിയാലും സാരമില്ലെന്ന് അവന് തോന്നി. തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ തൻ്റെ പെണ്ണ് തയ്യാറായല്ലോ. സ്വന്തം അച്ഛനെതിരായി പോലും. കൊല്ലുമെന്ന് പറയാനല്ലാതെ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ എൻ്റെ ഗിരിയേട്ടന് സാധിക്കില്ല. എനിക്കത് തീർച്ചയുണ്ട്. നന്ദിത പെട്ടെന്ന് ഒരു നിമിഷം കഴിഞ്ഞ് ഗിരി പുറത്തേക്ക് നടക്കാൻ ഒരുമ്പെട്ടപ്പോൾ ബാലൻമേനോൻ ചോദിച്ചു, നീയല്ല അത് ചെയ്തതെങ്കിൽ നിന്റെ കാറിൻ്റെ ഡിക്കിയിൽ ആ ശവശരീരം എങ്ങനെ വന്നു? താൻ കാറുമായി അന്ന് പുറത്തു പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ അത് ചോട്ടുവിൻ്റെ കൈവശമായിരുന്നുവെന്ന് ഗിരിക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു. അവനാണ് എന്നെ ചതിച്ചത്, ബിസിനസ് സ്വന്തമാക്കാൻ. ശ്യാംസുന്ദറിനെ കൊല്ലാൻ അവന് ന്യായമുണ്ട്. നോർത്തിലെ ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് അവൻ ശ്യാംസുന്ദറുമായി വഴക്കിടുകയും അവനെ ശവമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗിരി പോയി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതും ഒരു ഓട്ടോയിൽ ബാലൻമേനോൻ ചോട്ടുവിൻ്റെ വീട്ടിലെത്തി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സത്യം പറയൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ കുറ്റമേൽക്കാം. ഞാൻ പറയാം സാർ, ചോട്ടു പറഞ്ഞു. ഗിരി തന്നെയാണത് ചെയ്തത്. അന്നേരത്തെ നിമിഷങ്ങളുടെ പ്രേരണയിൽ, ആവേശത്തള്ളലിൽ സ്വയം മറന്ന് പ്രവർത്തിച്ചതാവാം. ഇപ്പോൾ പശ്ചാത്താപവും ഉണ്ടാവാം. എന്നാൽ പിടിക്കപ്പെട്ടു പോയതുകൊണ്ട് രക്ഷപ്പെടാനായി അവൻ ആ കുറ്റം എൻ്റെ ചുമലിൽ വെച്ച് കെട്ടി. ശ്യാംസുന്ദറെ അവൻ കൊന്നതിൽ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവന് പകരം ഞാൻ പോയി കഴുമരത്തിൽ ഏറിയേനെ. എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി എന്നെപ്പോലെ ഒരു ആത്മസുഹൃത്തിനെ ചതിക്കാൻ ഒരുമ്പെട്ട അവന് ഞാൻ മാപ്പ് കൊടുക്കില്ല. തിരിച്ചു പോരുമ്പോൾ ബാലൻമേനോൻ ശരിക്കും കുഴപ്പത്തിലായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം തോന്നിയത് ചോട്ടുവിലാണ്. ചോട്ടുവാണ് നിരപരാധിയെന്ന് എനിക്ക് തോന്നുന്നു, ബാലൻമേനോൻ മകളോട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഗിരിയേട്ടൻ അപരാധിയാണെന്നല്ലേ? ഗിരിയേട്ടനാണ് ശ്യാംസുന്ദറെ കൊന്നതെന്നല്ലേ? സങ്കടത്താൽ വീർപ്പുമുട്ടിക്കൊണ്ട് നന്ദിത അച്ഛനോട് ചോദിച്ചു. കണ്ട നാൾ മുതൽ ചോട്ടുവിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശാന്തനും നല്ലവനുമാണ്. അവനുമായി ഈ കേസിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും അവൻ്റെ പക്ഷമാണ് ക്ലിയറായി തോന്നിയത്. ഗിരി അവൻ്റെ ചുമലിൽ കുറ്റം ചാരുകയായിരുന്നു. ആ സ്ഥിതിക്ക് കുറ്റക്കാരൻ ഗിരിധർ അല്ലാതെ ആര്? അച്ഛാ, നന്ദിത പൊട്ടിക്കരഞ്ഞു. അവനോട് നിനക്കുള്ള സ്നേഹം എനിക്കറിയാം, ബാലൻമേനോൻ പറഞ്ഞു. അവനെപ്പറ്റി മറ്റൊരു രീതിയിൽ സങ്കല്പിക്കാനും നിനക്ക് കഴിയില്ല. എന്നാലും നീയും കണ്ടതല്ലേ ആ രംഗം? ഈ വീട്ടുമുറ്റത്ത് വെച്ച് ശ്യാംസുന്ദറിനെ ഗിരിധർ കൊല്ലാൻ ശ്രമിച്ചത്. അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ആ തെമ്മാടിയെ ഇവിടെ കണ്ടപ്പോൾ ഗിരിയേട്ടന് സഹിച്ചില്ല. നന്ദിത, ഇങ്ങനെ അന്ധമായി ആളുകളെ വിശ്വസിച്ച് പക്ഷം പിടിക്കാതെ. അച്ഛനിങ്ങനെ അന്ധമായി തെറ്റിദ്ധരിക്കാനും ഒരുങ്ങാതെ. തെറ്റിദ്ധരിക്കുകയല്ല, ബാലൻമേനോൻ വിശദമാക്കി. ശ്യാംസുന്ദറെ കാണാനാണെന്നും പറഞ്ഞല്ലേ അന്ന് രാത്രിയിൽ ഗിരിധർ കാകമെടുത്ത് പുറത്തുപോയത്. ചോട്ടുവിനോടും അമ്മുവിനോടും അക്കാര്യം ഗിരി പറയുകയും ചെയ്തിരുന്നു. ശ്യാംസുന്ദറെ തേടി അയാളുടെ ലോഡ്ജിൽ ഗിരി എത്തിയതിനും തെളിവുണ്ട്. ഗിരിയും അത് സമ്മതിക്കുന്നു.
അന്ന് രാത്രിയിൽ തന്നെ ഗിരിയുടെ കാറിൻ്റെ ഡിക്കിയിൽ ശ്യാംസുന്ദറിൻ്റെ ശവശരീരം കാണപ്പെടുകയും ചെയ്തു. അതിൽ കൂടുതൽ ഒരു തെളിവ് എന്തിനു? അച്ഛാ, നന്ദിത ഏങ്ങലടിച്ചു. ഇനിയും നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഗിരിധർ മനഃപൂർവ്വം അങ്ങനെ ചെയ്തുവെന്ന് ഞാൻ പറയില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ. നിനക്കറിയാമല്ലോ അവനൊരു ചൂടനാണെന്ന്. എന്ന് വെച്ച് ഒരാളെ കൊല്ലണമെന്നുണ്ടോ? കൊല്ലാനായി ചെയ്തതാവില്ല, അങ്ങനെ സംഭവിച്ചു പോയി. വീണ്ടും വിചാരമുണ്ടായത് പിന്നീടാണ്. അതോടെ എങ്ങനെയും രക്ഷപ്പെടാനുള്ള ശ്രമമായി. എങ്ങനെയും എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരനെ കമിഴ്ത്തിയിട്ടായാലും. ഇല്ല, എൻ്റെ ഗിരിയേട്ടൻ അത്ര ദുഷ്ടനല്ല. ഗിരിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കൂടാതെ അറിഞ്ഞുകൊണ്ടായാലും കയ്യബദ്ധമായാലും ഒരു കൊല ചെയ്താൽ എന്നോടെങ്കിലും അത് തുറന്നു പറയാനുള്ള ധൈര്യവും ആത്മാർത്ഥതയും ഗിരിയേട്ടനുണ്ട്. അത് നിന്റെ പ്രതീക്ഷയല്ലേ? സ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഇല്ലാത്ത പലതും ഉണ്ടെന്ന് തോന്നും. ഉള്ള ചിലതൊക്കെ കാണുകയുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരാളുടെ നന്മ മാത്രമേ അയാളെ സ്നേഹിക്കുന്നവർ ആദ്യം കാണൂ. ഒരു കൊലക്കേസെന്ന് പറഞ്ഞാൽ ജന്മം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ശിക്ഷ മാത്രമല്ല, അപമാനവും. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും വീണ്ടും വിചാരം ഉണ്ടായത് പിന്നീടാവും. അതോടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായി കാണും അവൻ്റെ വിചാരം. സ്വന്തം മനസ്സിൽ നിന്ന് പോലും ആ കറുത്ത സംഭവം തുടച്ചു കളയാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ നിലയ്ക്ക് നിന്നോട് പറയുമോ മോളെ? അച്ഛൻ ഗിരിയേട്ടനെതിരെ തന്നെ ചിന്തിക്കുന്നു. സത്യത്തിൽ ഈ ചോട്ടുവും ശ്യാംസുന്ദറുമായും വഴക്കുണ്ടായിട്ടുണ്ട്. ചോട്ടുവും ശ്യാംസുന്ദറെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടത്രേ നോർത്തിലെ അയാളുടെ ഓഫീസിൽ വെച്ച്. അതെല്ലാം ഗിരി പറയുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ കണ്ടില്ലല്ലോ. ഗിരിയേട്ടൻ മാത്രമല്ല, നോർത്തിലെ ഓഫീസിലുള്ളവരും അതിന് സാക്ഷികളാണ്. ആരൊക്കെ സാക്ഷികളായാലും നമ്മൾ അതിന് സാക്ഷികളല്ലല്ലോ. നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ് നമുക്ക് പ്രമാണം. ശ്യാംസുന്ദറെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഗിരിധർ കൊല്ലാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കഴുത്തിലെ പിടി മുറുകുന്ന ഒപ്പം നീയിന് ജീവിക്കേണ്ട എന്ന് അലറിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ അന്നേ ഒരു കൊലപാതകം നടന്നതായാണ് എനിക്ക് തോന്നിയത്. അന്നു മുതലേ ഗിരി എൻ്റെ മനസ്സിൽ നിന്നും പുറത്തായതുമാണ്. എന്നുവെച്ചാൽ അത്രയും കോപക്കാരനായ ഒരുവനെ സ്വന്തം മകളുടെ ഭർത്താവായി സങ്കല്പിക്കാൻ ഒരച്ഛനും കഴിയില്ല. പെട്ടെന്നുള്ള ഒരു വികാരാവേശത്താൽ നിന്നെ തന്നെ അവൻ കൊന്നുകളഞ്ഞാലോ? ഇല്ല ഇല്ല, ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് നീ പറയുന്നു. കൊലപാതകിയായാലും അല്ലെങ്കിലും കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട ഒരുവനെ ജാമാതാവാക്കാൻ ഒരച്ഛനും ഇഷ്ടപ്പെടില്ല. അച്ഛൻ വല്ലാതെ ക്രൂരനാവുന്നു. കഴിഞ്ഞതെല്ലാം മറക്കരുത്. കഴിഞ്ഞതൊക്കെ നീയും മറക്കേണ്ടി വരും മോളെ. ഇല്ല, ഒരിക്കലുമില്ല. ഈ കേസിൽ നിന്ന് അവൻ ഊരിപ്പോന്നില്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് വരും വരെ ഞാൻ കാത്തിരിക്കും. എനിക്ക് അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. മോൾക്കറിയാമല്ലോ, നിന്റെ അച്ഛനൊരു ഹൃദ്രോഗിയാണ്. അവസാനത്തെ അറ്റാക്കിനെ ഭയന്ന് ജീവിക്കുന്നവൻ. ഓർക്കാപ്പുറത്ത് വല്ലത് സംഭവിച്ചാൽ നീ തനിച്ചാവും. അതെനിക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ. സംഭവിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. ഞാൻ എന്ത് ചെയ്യണം? നിനക്കറിയുമോ, കേസ് കോടതിയിലെത്തിയാലും തെളിവ് മുഴുവൻ ഗിരിക്കെതിരാണ്. പക്ഷെ സത്യം, എന്ത് സത്യം? നിനക്ക് മാത്രമേ അവൻ നിരപരാധിയാണെന്ന് പറയാൻ കഴിയൂ. അവൻ്റെ അനുജത്തി ഉണ്ടല്ലോ അമ്മു, അവൾക്ക് പോലും സംശയം കാണും. കാരണം ശ്യാംസുന്ദറിനെ കാണാനെന്ന് പറഞ്ഞ് ഗിരി കാറും എടുത്ത് ആ രാത്രിയിൽ വെളിയിൽ പോയത്. നന്ദിത മുഖം പൊത്തിപ്പിടിച്ച് ഏങ്ങലടിച്ചു. ഇനി മറ്റൊന്ന്. പ്രൊഫസർ ബാലൻമേനോൻ തുടർന്നു. ശ്യാംസുന്ദറിൻ്റെ ശവശരീരം പാക്ക് ചെയ്തിരുന്ന TV പാക്കറ്റ് ഗിരിധറിൻ്റെ വീട്ടിലിരിക്കുന്ന വിഷൻ്റേതാണ് താനും. ഗിരിക്കാണെങ്കിൽ സ്വന്തം TVയുടെ പാക്കറ്റ് തെളിവിനായി കാണിക്കാനില്ലാത്ത അവസ്ഥയും. അതും ചോട്ടു അടിച്ചെടുത്തുവെന്നാണ് അവൻ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ആ ആരോപണം എത്ര ദുർബലമാണെന്ന് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ എന്തു വേണം അച്ഛാ? നീ ഗിരിയെ മറക്കണം. ഇല്ല. നന്ദിതയുടെ മുഖം മാറി. അച്ഛനറിയാമല്ലോ, ഗിരിയേട്ടനെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം സ്നേഹിച്ചതല്ല. ഗിരിയേട്ടൻ എൻ്റെ പ്രതിസുത വരനാണെന്ന് അച്ഛനാണ് എന്നെ പറഞ്ഞു തന്നത്. അതിനെന്താ, വീട്ടുകാർ ഒരു വിവാഹം ആലോചിച്ചു. കുട്ടികൾക്കും അത് ഇഷ്ടമായി. പിന്നീട് അത് ശരിയല്ല എന്ന് തോന്നി വേണ്ടെന്ന് വെച്ചു. എത്രയോ വിവാഹാലോചനകൾ അങ്ങനെ തെറ്റിപ്പോകാറുണ്ട്. ഞാൻ വിചാരിച്ചത് നീ സ്വയം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നായിരുന്നു. ഗിരിയേട്ടൻ്റെയും എൻ്റെയും ബന്ധം വെറും ഒരു വിവാഹാലോചനയുടെ ഔപചാരികമായ ചടങ്ങിൽ ഒതുങ്ങുന്നതല്ലെന്ന് അച്ഛനും അറിയാമല്ലോ. അറിയാം. പക്ഷേ അമ്മുവിൻ്റെയും ചോട്ടുവിൻ്റെയും ബന്ധവും ഇതുപോലെ ആയിരുന്നില്ലേ? എന്നിട്ട് അവർ പിരിഞ്ഞല്ലോ. അവർ പിരിഞ്ഞോ? ആര് പറഞ്ഞു? ഇനി ആ ബന്ധം തുടരാൻ ഗിരി അനുവദിക്കുമോ? ഗിരിയേട്ടൻ്റെ അനുവാദം വേണ്ട. ചോട്ടു ആരായാലും അമ്മുവിന് അയാളെ മറക്കാൻ കഴിയില്ല. എന്നാൽ ചോട്ടുവിൻ്റെ അവസ്ഥ അതാണെന്ന് തോന്നുന്നില്ല. അയാളും ഗിരിയും തികഞ്ഞ ശത്രുക്കളായി തീർന്നില്ലേ? ചോട്ടുവും അമ്മുവും എങ്ങനെയും ആവട്ടെ, എനിക്ക് ഗിരിയേട്ടനെ മറക്കാൻ കഴിയില്ല. അതുമാത്രം അച്ഛൻ എന്നോട് പറയരുത്. വേണമെങ്കിൽ ഞാൻ ജന്മം മുഴുവൻ അവിവാഹിതയായി കഴിഞ്ഞോളാം. നന്ദിത അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഓടി. സമാനാവസ്ഥയിലായിരുന്നു അമ്മുവും. ചോട്ടുവേട്ടനെ ഒന്ന് കാണാൻ അവൾ വല്ലാതെ മോഹിച്ചു. ചോട്ടുവേട്ടൻ തന്നിൽ നിന്നും അകന്നുപോയോ എന്നായി അവളുടെ പേടി.
ഏതായാലും ആ ബന്ധം തുടരാൻ ഇനി ഗിരിയേട്ടൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ വല്ല അത്ഭുതവും സംഭവിക്കണം. ഗിരിയേട്ടനും ചോട്ടുവേട്ടനും നിരപരാധികളാണെന്ന് അമ്മു കരുതുന്നു. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ഒരാൾ കുറ്റവാളിയായാലും അത് പൊറുക്കാൻ അവൾ തയ്യാറാണ്. അവർ പരസ്പരം ആരോപണങ്ങളുണ്ടാക്കി ശത്രുക്കളാകാതിരുന്നാൽ മതിയായിരുന്നു. നന്ദിതയെപ്പോലെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാൻ അമ്മുവിനാവില്ല. രണ്ടുപേരും അവൾക്ക് പ്രിയപ്പെട്ടവരാണ്. ആര് തോറ്റാലും ആര് ജയിച്ചാലും നഷ്ടം തനിക്കാണ്. രണ്ടുപേരും ജയിച്ചിരുന്നെങ്കിൽ അതാണ് അമ്മുവിൻ്റെ പ്രാർത്ഥന. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അവൾ ഭയപ്പെടുന്നു. അതിനിടയിൽ കേസ് കോടതിയിലെത്തി. ഗിരിയുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ സുബ്രഹ്മണ്യായിരുന്നു. ചോട്ടുവിന് വേണ്ടി കോടതിയിലെത്തിയത് അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ളയും. ഗിരിക്ക് ജാമ്യം വാങ്ങിക്കൊടുത്ത അതിസമർത്ഥനായ വക്കീൽ. ഗിരി കേസ് ഏൽപ്പിച്ചത് സുബ്രഹ്മണ്യത്തെയായിരുന്നതിനാൽ ഗോവിന്ദപിള്ള കടുത്ത വൈരാഗ്യത്തിലായി. അവന് ഞാൻ ജീവപര്യന്തം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഈ കറുത്ത കുപ്പായം പിന്നെ അണിയുന്ന പ്രശ്നമേയില്ല. ഗോവിന്ദപിള്ള പ്രതിജ്ഞയെടുത്തു. കോടതിയിലേക്ക് പുറപ്പെടും മുമ്പ് ഗിരി അമ്മുവിന് ഒരു താക്കീത് നൽകി. ചോട്ടുവിനെയോ അമ്മുവിനെയോ കണ്ടതായി നടിക്കാനേ പാടില്ല. അവർ അടുത്തു വന്നാലും വെട്ടിത്തിരിച്ചു കൊള്ളണം. അമ്മയുടെ അടുത്തും അമ്മുവിന് സങ്കടം. അതെ, ഗിരിക്ക് അറിവില്ല. അമ്മ പാവമല്ലേ ഏട്ടാ. നമ്മെ എങ്ങനെ സ്നേഹിച്ച അമ്മയാണ്. ചോട്ടുവേട്ടനേക്കാൾ ഏട്ടനോടായിരുന്നില്ലേ അമ്മയ്ക്ക് സ്നേഹം? ചോട്ടുവേട്ടനോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗിരി പല്ല് ഞെരിച്ചു. ഇല്ല, ഇനി അങ്ങനെ പറയില്ല. അമ്മു കരഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ബന്ധം അവസാനിപ്പിച്ചുവെന്ന് കരുതിക്കോളൂ. കരച്ചിലും ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക. കോടതിയിലെത്തുമ്പോൾ നിന്റെ മുഖത്ത് സങ്കടമേ കാണാൻ പാടില്ല. അമ്മു ശബ്ദിച്ചില്ല. ഞാൻ പറയുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായാൽ, നീ ആ പാർട്ടികളോട് സംസാരിക്കുന്നതോ അവരുടെ മുന്നിൽ കരയുന്നതോ മറ്റോ കണ്ടാൽ, അമ്മു, നിനക്ക് പിന്നെ മറ്റൊരു താക്കീത് ഉണ്ടാവില്ല. നിന്റെ ഏട്ടനെ പിന്നെ നീ കാണില്ല. തീർച്ച. നിനക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം. ഇല്ല ഏട്ടാ, അമ്മു വിങ്ങിപ്പൊട്ടി. എൻ്റെ ഏട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം. ഗിരിക്കും സങ്കടം വന്നു. എനിക്ക് നീ മാത്രമേയുള്ളൂ. നീയെങ്കിലും എനിക്കെതിരാവരുത്. നീ എതിരായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നന്ദിത എന്നെ കൈവിട്ടാൽ ഞാൻ താങ്ങും. നീ അങ്ങനെയല്ല. ഏട്ടൻ്റെ എല്ലാമാണ് നീ മോളെ. അമ്മുവിന് കരയാൻ മാത്രമേ പിന്നീടായുള്ളൂ. ചോട്ടു എൻ്റെ ശത്രുവാണ്. എന്നെ കൊലക്കയറിൽ കുരുക്കാൻ ശ്രമിക്കുന്നവൻ. അവൻ നിന്റെ ബന്ധുവായാൽ ഞാൻ പിന്നെ നിന്റെ ശത്രുവാണ്. നിന്റെ ശത്രുവായി ഏട്ടൻ ഈ ഭൂമിയിലുണ്ടാവില്ല. മതി ഏട്ടാ. അമ്മു കൈനീട്ടി തടഞ്ഞു. ഇനി ഒന്നും പറയണ്ട. ഏട്ടൻ പറയുന്നതിനപ്പുറം ഒന്നും എന്നിൽ നിന്നും ഉണ്ടാവില്ല. നീ ഒന്നു മാത്രം ചെയ്താൽ മതി. അവരെ കണ്ടാൽ മുഖം വെട്ടിത്തിരിച്ചു കൊള്ളുക. സമ്മതഭാവത്തിൽ അവൾ മുഖം ഇളക്കി. കോടതിയിൽ വെച്ച് ചോട്ടുവിൻ്റെ കണ്ണിൽ പെടാതിരിക്കാനും അവൻ നിൽക്കുന്നിടത്തേക്ക് കണ്ണുകൾ ചെന്നു ചേരാതിരിക്കാനും അമ്മു പരമാവധി ശ്രമിച്ചു. എന്നാൽ ചോട്ടുവിൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്തേക്ക് കൂടെ കൂടെ വന്നു വീഴുന്നത് അവൾ അറിഞ്ഞിരുന്നു. ചുണ്ട് കടിച്ചു പിടിച്ച് അവൾ നിയന്ത്രിച്ചു. എന്തൊരു സങ്കടം. ജീവനുപരി സ്നേഹിക്കുന്ന ആളെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നത്. ചോട്ടുവിൻ്റെ അമ്മ ലക്ഷ്മി മേനോൻ അമ്മുവിൻ്റെ അരികിലാണ് നിന്നത്. സാരിത്തലപ്പ് കൊണ്ട് മൂടി പുതച്ച് അമ്മു മുഖം കുനിച്ചു നിന്നു. അങ്ങനെ ഒരാൾ അടുത്തു വന്ന് നിൽക്കുന്നതായി അവൾ അറിഞ്ഞുവെന്നേ തോന്നുകയില്ല. ലക്ഷ്മി മേനോൻ പല കുറി അവളുടെ മുഖത്തേക്ക് നോക്കി. തട്ടി വിളിച്ചാലോ എന്ന് ആലോചിച്ചു. എന്നാൽ അമ്മു തന്നെ കണ്ടുവെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവൾ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. ഗിരി ഉപദേശം നൽകിയിരിക്കാം. എന്നാലും അമ്മുവിന് കഴിയുന്നുണ്ടല്ലോ. എന്തെല്ലാം പ്രതീക്ഷിച്ചതാണ്. ചോട്ടുവിൻ്റെ വധുവായി അമ്മു കടന്നു വരുമ്പോൾ അവളെ അണിയിക്കാനായി ഒരു നാഗപടത്താലി പോലും വാങ്ങിവെച്ചു. അമ്മുവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് തങ്ങളുണ്ടാക്കിയ പുതിയ വീടിൻ്റെ അടുക്കളയും തീൻമുറിയും ഇരിപ്പുമുറിയും എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം വെറുതെയായി. ലക്ഷ്മി മേനോൻ പിന്നീട് അമ്മു നിൽക്കുന്നിടത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല. അഭിമുഖമായി എത്തിയപ്പോൾ ഗിരിയും ചോട്ടുവും ആ ജന്മശത്രുക്കളെ പോലെയാണ് പെരുമാറി. ചോട്ടുവിൻ്റെ അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ള എല്ലാ കാര്യങ്ങളും അതിവിദഗ്ധമായി നീക്കിയിരുന്നു. ചോട്ടു നിഷ്പ്രയാസം ഊരിപ്പോരുമെന്ന് മാത്രമല്ല, ഗിരി കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുമെന്നും അയാൾക്ക് തീർച്ചയുണ്ടായിരുന്നു. ചോട്ടുവിനെ രക്ഷിക്കാനുള്ളതും ഗിരിയെ മലർത്തിയടിക്കാനുള്ളതുമായ എല്ലാ കരുക്കളും ഗോവിന്ദപിള്ള നീക്കിവെച്ചിരുന്നു. ആദ്യ കരുനീക്കം എന്നോണം ചോട്ടുവും ശ്യാംസുന്ദറുമായി ശത്രുതയിലായിരുന്നുവെന്ന ഗിരിധരൻ്റെ ആരോപണത്തെ തിരുത്താൻ അയാൾക്ക് കഴിഞ്ഞു. ചോട്ടുവും ശ്യാംസുന്ദറുമായി ശ്രീലക്ഷ്മി ഫൈനാൻസിയേഴ്സിൻ്റെ നോർത്ത് ഓഫീസിൽ വെച്ച് വഴക്കിട്ടുവെന്നും ശ്യാംസുന്ദറിനെ ഇല്ലാതാക്കുമെന്ന് ചോട്ടു ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും തെളിയിക്കപ്പെട്ടു. നോർത്ത് ഓഫീസിലെ ജീവനക്കാരാണ് ആ സത്യം അസത്യമാക്കാൻ കോടതിയിൽ സാക്ഷികളായത്. അങ്ങനെ ഒരു കള്ളം പറയാൻ ചോട്ടുവിന് മനസ്സില്ലായിരുന്നു. ഗോവിന്ദപിള്ളയാണ് നിർബന്ധിച്ചത്. ഇവിടെ തുടങ്ങണം, അല്ലെങ്കിൽ കൊലപാതകിയായ ഗിരിധരന് പകരം നിരപരാധിയായ ചോട്ടു എന്ന ദിനേശ് അഴികൾ എണ്ണേണ്ടി വരും. എന്നാൽ കോടതിയിൽ ആ രംഗത്തിന് സാക്ഷിയായ അമ്മു നടുങ്ങി.
ഏട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ. ചോട്ടുവേട്ടൻ ചതിയനാണല്ലോ. ചോട്ടുവേട്ടനും ശ്യാംസുന്ദറുമായി നോർത്ത് ഓഫീസിൽ വെച്ച് വഴക്കിട്ട കാര്യം ചോട്ടുവേട്ടൻ തന്നെ തൻ്റെ അടുത്തു പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അമ്മു തകർന്നുപോയി. നോവൽ നാളെ വീണ്ടും തുടരും.